Hi, നമ്മൾ പാർട്ട് 5 and 6 ആക്ച്വലി റെഡ്യൂസിങ് ഷുഗേഴ്സിനെ കുറിച്ചും നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സിനെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു റെഡ്യൂസിങ് ഷുഗറിന് എന്തുകൊണ്ടാണ് അതിനെ പേര് വിളിച്ചത്? അത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ ഹൗ മോണോസാക്കറൈഡ്സ് ആർ ആക്ടിങ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ബൈ അണ്ടർഗോയിങ് ഓക്സിഡേഷൻ, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഓൾറെഡി എന്താണ് റെഡ്യൂസിങ് ഷുഗർ എന്നും എന്താണ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നും, അതുപോലെ എന്തുകൊണ്ട് ഒരു ഷുഗർ റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, എന്തുകൊണ്ടൊന്ന് നോൺ റെഡ്യൂസിങ് ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പാർട്ട് 6 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു പ്രോപ്പർട്ടി ആയിട്ട് അത് വരുന്നത് എങ്ങനെയാണ് എന്നാണ്, അതായത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, മോണോസാക്കറൈഡ്സ് ആസ് റെഡ്യൂസിങ് ഏജന്റ്സ്. ഇപ്പം ഇതിലെടുക്കുകയാണെങ്കിൽ നോക്കാം, നമ്മൾ മോണോസാക്കറൈഡ്സ് എങ്ങനെയാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റെഡ്യൂസിങ് മോണോസാക്കറൈഡ്സ് എന്തുകൊണ്ട് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടായിരുന്നു? കാരണം the monosaccharides will get oxidized, okay, by mild oxidizing agents such as ferric ion, cupric ion, etc. ഇപ്പൊ ഇതിൽ നിങ്ങൾ ഫെറിക്കും കുപ്രിക്കും ആലോചിക്കുമ്പോൾ ഓർക്കേണ്ടത് ഇതിന്റെ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത് ഫെറസും കുപ്രസും ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുപ്രസ് എന്ന് പറയുമ്പോൾ OUS വരുന്നുണ്ട് അല്ലെ, കുപ്രസ്. ഇതിൽ ഓനെ നിങ്ങൾ ഓർമ്മിക്കുക, O1 എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ Cu2+ എന്നുള്ളത് എന്തായിരിക്കും? കുപ്രസിന്റെ സ്റ്റേറ്റിലെ Cu+ ആയിരിക്കും. അപ്പൊ 1 എന്നുള്ളത് പ്രസ്, OUS, O for 1 എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ മാറും. അല്ലെങ്കിൽ പണ്ടേ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഫെറിക് ആണോ ഫെറസ് ആണോ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ്, അല്ല ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ്, കുപ്രസ് ആണോ കുപ്രിക് ആണോ ഓക്സിഡൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ്. ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഏതാണോ കുറഞ്ഞ പ്ലസ് ഉള്ളത് അതായിരിക്കും റെഡ്യൂസ്ഡ് സ്റ്റേറ്റ്, ഏതാണോ കൂടുതലുള്ളത് അതായിരിക്കും ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ്. ഓർമ്മിക്കുക. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുമ്പോൾ പോസിറ്റീവ് ചാർജ് കുറയുന്നു എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അപ്പം മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മോണോസാക്കറൈഡ്സ് എന്ത് ചെയ്യപ്പെടും? ഓക്സിഡൈസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഈ മോണോസാക്കറൈഡ്സ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്? അറ്റ് ദ കാർബോണൈൽ കാർബൺ. ഓക്കെ, ഇപ്പൊ കാർബോണൈൽ കാർബൺ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം, ഇറ്റ് വിൽ ബി CHO. ഓക്കെ, CHO എന്നുള്ളതാണ്. CHO എന്നുള്ളത് ഇറ്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് അല്ലെ, ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നുള്ളത് കാർബോണൈൽ കാർബണിന്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഓക്സിഡൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ? ഇറ്റ് വിൽ ഗെറ്റ് COOH, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത്. സോ ദെയർ കാർബോണൈൽ കാർബൺ ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, അപ്പൊ മോണോസാക്കറൈഡ്സ് ഇങ്ങനെ ഓക്സിഡൈസ് ചെയ്യപ്പെട്ടിട്ട് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പാർട്ട് 6 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, so the reducing property is useful in the analysis and estimation of sugars which is present in the urine, blood, etc. അപ്പൊ ഡയഗ്നോസ്റ്റിക് ആയിട്ട് ഇപ്പൊ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് യൂറിനിലോ അല്ലെങ്കിൽ ബ്ലഡിലോ ഉള്ള ഷുഗറിന്റെ അളവ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡയബറ്റിസ് മെല്ലിറ്റസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതാണ് മോണോസാക്കറൈഡ്സ് ആസ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ട സംഗതി. ഇനി അതിൽ കുറച്ചും കൂടെ വിശദീകരിച്ച് പോവുകയാണെങ്കിൽ എന്താണ് റെഡ്യൂസിങ് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് സം ഷുഗേഴ്സ് ടു റെഡ്യൂസ് സം ഓക്സിഡൈസിങ് ഏജന്റ്സ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾസ് കുറച്ചങ്ങ് പറയാം. അതിൽ ഫെറിക് അയോൺ ഉണ്ട്, കുപ്രിക് അയോൺ ഉണ്ട്, ദെൻ Ag+, Hg2+, Bi3+, അങ്ങനെ ഏതെങ്കിലുമൊക്കെ. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഫെറിക്കും അതുപോലെ തന്നെ കുപ്രിക് അയോൺ ആണ്. അപ്പൊ അതാണ് റെഡ്യൂസിങ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഷുഗർ എന്താ ചെയ്യുന്നത്? ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ടു അറ്റ് ദ കാർബോണൈൽ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് വിൽ ബി ദ റെഡ്യൂസിങ് the oxidizing agents will be getting reduced.
ഓക്സിഡൈസിങ് ഏജൻസ് ഏതാ ഇവിടെ? ഫെറിക് അയോണും കുപ്രിക് അയോണും. റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ഷുഗർ. അപ്പം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ഷുഗർ എന്ത് സംഭവിക്കുന്നു? ഷുഗർ ആസിഡ് ആയിട്ട് മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ഓക്കെ, അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ഈ പറയുന്ന അയോൺസ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പം റെഡ്യൂസിങ് ഷുഗേഴ്സ് ക്യാൻ റെഡ്യൂസ് കോപ്പർ ഫ്രം കുപ്രിക് ടു കുപ്രസ്, അതുപോലെ തന്നെ ഫെറിക് ടു ഫെറസ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. Okay, so the reducing property of sugar is a practical importance. നമ്മൾ ബെനഡിക്സ് റിയേജന്റ്, ഫെല്ലിങ്സ് റിയേജന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബെനഡിക്സ് ടെസ്റ്റും ഫെല്ലിങ്സ് ടെസ്റ്റും നമ്മൾ പ്രാക്ടിക്കലിന് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഷുഗറിന്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ആണ്. കാരണം ഫെല്ലിങ്സിലായാലും ബെനഡിക്സിലായാലും ആരുണ്ട്? കോപ്പർ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു കൺവേർഷൻ നടക്കും. കുപ്രസ് ഓക്സൈഡ് ഉണ്ടാവും. അതാണ് നിങ്ങൾക്ക് ബ്രിക്ക് റെഡ് ഫോമിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് കാണുന്നത്. ഇപ്പൊ ഷുഗറിന്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെ കളറ് ബ്രിക്ക് റെഡ് ഫോമിലേക്ക് പോകും. യെല്ലോ ഉണ്ടാവും, ഗ്രീൻ ആവും, പിന്നെ റെഡിലേക്ക് പോകും, ഓറഞ്ച്, റെഡ്, ആ ഒരു സീക്വൻസിലേക്ക് പോകും. റെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എക്സ്ട്രീം എമൗണ്ട് ഓഫ് ഷുഗർ. ഇനി ജസ്റ്റ് എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയാം. എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഷുഗർ ഷുഡ് അണ്ടർഗോ ഓക്സിഡേഷൻ. അപ്പൊ എങ്ങനെയാണ് ഓക്സിഡേഷൻ നടക്കുന്നതെന്ന് പറയാം. അപ്പൊ അതില് നമുക്കറിയാം കാർബോണൈൽ കാർബണിലാണ് ഓക്സിഡേഷൻ നടക്കുന്നതെങ്കിൽ അങ്ങനെ ഉള്ള ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? CHO എന്നുള്ളത് എന്താവും? COOH ആവും. ഈ ഒരു കൺവേർഷൻ ഈ കാർബോണൈൽ കാർബണിൽ നടന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലൂക്കോണിക് ആസിഡ് എന്നാണ്. ഈ ഒരു കണ്ടന്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, എഴുതി വെക്കുക. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇനി ഈ ഒരു ഓക്സിഡേഷൻ നടക്കുന്നത് 6th കാർബണിലാണെങ്കിൽ, ഓക്കെ, 6th കാർബണിലാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്? CH2OH ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? CH2OH. അപ്പം അതില് ഈ H2 അങ്ങ് പോയി എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിഡേഷൻ നടന്നു ആൻഡ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദി O. അപ്പൊ എന്തായി? COOH ആയി. CO2OH എന്ന് പറയുന്നത് എന്താണ്? COOH ആണ്. അപ്പൊ അങ്ങനെ 6th കാർബണിലാണ് ഓക്സിഡേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആൽഡ്യൂറോണിക് ആസിഡ് എന്നാണ് പറയാം. ആൽഡ്യൂറോണിക് ആസിഡ്. ഓക്കെ, ഇതെന്താണ് വിളിക്കുന്നത്? ആൽഡോണിക് ആസിഡ്. ഓക്കെ, അപ്പം ഇത് ഗ്ലൂക്കോസ് ആയതുകൊണ്ടാണ് ഇതിനെ ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ആയതുകൊണ്ട് ഗ്ലൂക്യൂറോണിക് ആസിഡ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് കോമൺ ആയിട്ട് പറയാ? ആൽഡ്യൂറോണിക് ആസിഡ്. നൗ ഈ രണ്ട് എൻഡിലും, ഫസ്റ്റിലും അതുപോലെ തന്നെ 6th ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നോൺ ആസ് ദി ആൽഡാറിക് ആസിഡ്. ഇവിടെ ഗ്ലൂക്കോസ് ആയതുകൊണ്ട് ഗ്ലൂക്കാരിക് ആസിഡ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഇങ്ങനെ 3 ടൈപ്പ് പ്രോഡക്റ്റ് ആണ് മോണോസാക്രൈഡ്സിന് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ മോണോസാക്രൈഡ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന 3 പ്രോഡക്റ്റ് ആയിരിക്കും. ഏതൊക്കെയാണ്? ഇഫ് ഇറ്റ് ഈസ് അറ്റ് ദ കാർബോണൈൽ കാർബൺ ഇറ്റ് ഈസ് നോൺ ആസ് ദി aldonic acid. If it is at the 6th carbon it is known as the alduronic acid, and if it is at the first as well as the 6th carbon it is known as the aldaric acid. അപ്പം ഗ്ലൂക്കോസ് എടുക്കുകയാണെങ്കിൽ ഗ്ലൂക്കോണിക് ആസിഡ്, ഗ്ലൂക്യൂറോണിക് ആസിഡ്, ഗ്ലൂക്കാറിക് ആസിഡ്. മാനോസ് എടുക്കുകയാണെങ്കിലോ മാനോണിക് ആസിഡ്, മാന്യൂറോണിക് ആസിഡ്, മന്നാറിക് ആസിഡ്. ഗാലക്ടോസ് എടുക്കുകയാണെങ്കിൽ ഗാലക്ടോണിക് ആസിഡ്, ഗാലക്ട്യൂറോണിക് ആസിഡ് ആൻഡ് ഗാലക്ടാറിക് ആസിഡ്. അപ്പൊ അങ്ങനെ പല പേരുകളിൽ നമുക്കത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏതാണോ മോണോസാക്രൈഡ്സിന്റെ പേര് അതിലേക്ക് ഓണിക്, യൂറോണിക് ആൻഡ് ആറിക് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതാണ് ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് ഓഫ് മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. The question will be there, monosaccharides as reducing agent.